സച്ചി പോകാനായിട്ട് തുടങ്ങുകയാണ്. പെട്ടെന്നാണ് ഒരു റൂം തുറന്ന് ഒരു പ്രേതം അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഹൊറർ സിനിമകളിലൊക്കെ, ഇപ്പോഴത്തെ ഹൊറർ സിനിമകളിലൊക്കെ കാണുന്നത് മാതിരിയുള്ള ഒരു പ്രേതം കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ട് ഇവര് ഒന്നാമത് അരണ്ട വെളിച്ചമേ ഉള്ളൂ, അതിൻ്റെ കൂടെ ആ ഒരു പ്രേതത്തിന്റെ വിണ്ടു കീറിയൊരു മുഖവും ഞെട്ടിപ്പോയി. ഇവരങ്ങ് നിലവിളിച്ച് സച്ചിയും രേവതിയും കൂടെ ആരാ സച്ചേട്ടാ, അത് നോക്ക് സച്ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ നിങ്ങൾ പേടിക്കണ്ട, ഞാനാന്ന് പ്രേതം പറയുന്നുണ്ട്. അവസാനമാണ് ഇവർക്ക് ആ സത്യം മനസ്സിലായത്. നമ്മുടെ ചന്ദ്രമതിയാണ്. ചന്ദ്രമതി മുഖത്ത് ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട്, ഫേസ് പാക്ക് ഉണങ്ങിയിട്ട് ഇത് വിണ്ട് കീറിയിരിക്കുന്നതാണ്. മര്യാദയ്ക്ക് ചുണ്ടനയ്ക്ക് സംസാരിക്കാൻ പോലും നമ്മുടെ ഈ ചന്ദ്രമതിക്ക് പറ്റുന്നില്ല. അവസാനം രേവതിക്ക് മനസ്സിലായി അമ്മയാണ് എന്ന്. ഓ സച്ചേട്ടാ, ഇത് നമ്മുടെ അമ്മയോ എന്നും ചോദിച്ചുകൊണ്ട് സച്ചി അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങിയില്ലേ. ആ സമയത്താണ് എന്താ ഇവിടെ കാർച്ച മേളം കേട്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ലൈറ്റ് അടിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതിയും കൂടെ ഇറങ്ങി വരുന്നത്. ശ്രുതി എന്തായാലും ചന്ദ്രമതിയെ കണ്ട് ഏറ്റവും കൂടുതൽ അലറാണോ, അയ്യോ അമ്മയെ പ്രേതം എന്ന് പറഞ്ഞുകൊണ്ട് അലറി നിലവിളിക്കാൻ കേട്ടോ. മോനെ ഇത് ഞാനാന്ന് പറയുന്നുണ്ട്. നമ്മുടെ രേവതിക്ക് ശ്രുതിക്ക് കാര്യം മനസ്സിലായിരുന്നു. ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുന്നൊക്കെ ഈ ശ്രുതി പറയുന്നുണ്ട്. അവസാനം ഈ ചന്ദ്രമതിയാന്ന് മനസ്സിലായിട്ടോ. ഈ ശ്രുതിക്ക് മനസ്സിലായി ചന്ദ്രമതിയാന്ന്. അങ്ങനെ ഓരോരുത്തർ വന്നു. വർഷയും വന്നു, ശ്രീകാന്തും വന്നു, അതുപോലെ രവീന്ദ്രനും വന്നു. എല്ലാവരും ആദ്യം പേടിച്ചെങ്കിലും പിന്നെ രവീന്ദ്രൻ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പും ഇമ്മാതിരി പല കോപ്രായങ്ങളും. അതുകൊണ്ട് തന്നെ രവീന്ദ്രനൊന്നും തോന്നില്ല. ബാക്കി എല്ലാവരും ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ എല്ലാവർക്കും ചിരിയാണ് വന്നത് ഈ നിൽക്കണ കണ്ടപ്പോൾ. ചന്ദ്ര നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ചന്ദ്ര, ഈ ഇതൊക്കെ കഴുകി കളഞ്ഞിട്ട് വേണം കിടക്കാനായിട്ടെന്ന്. എന്തിനാ മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട്. ഇതിപ്പോ എന്താ കറണ്ട് പോയത്, എന്തൊരു ചൂടായത്. അപ്പൊ ബാക്കി വീട്ടിലൊക്കെ കറണ്ട് ഉണ്ടോ, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ശ്രീകാന്ത് കൂടെ പോവാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഡ്രിപ്പ് ആയതാണ്. ബ്രേക്കർ ഡ്രിപ്പ് ആയതാ എന്ന് പറഞ്ഞുകൊണ്ട് അത് കയറ്റി വെച്ചു കേട്ടോ സച്ചി. അങ്ങനെ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വന്നു. ബ്രേക്കർ ഡ്രിപ്പായതാണ്, കറണ്ട് കൊണ്ട് ആരാണ്ട് കളിച്ചു, സ്വിച്ച് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വിച്ച് ഇട്ട് കളിച്ചിട്ടായിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷയ്ക്കും അതുപോലെ ശ്രീകാന്തിനും കാര്യം മനസ്സിലായി. കാരണം അവർ AC ഓഫാക്കിയും കളിച്ചത് കൊണ്ടാണ് കറണ്ട് പോയത് എന്ന്. രണ്ടുപേരും പരസ്പരം നോക്കുക. കൊച്ചുകുട്ടികൾ ആരും ഇല്ലല്ലോ അങ്ങനെ ഇവിടെ സ്വിച്ചേ കളിക്കാനായിട്ട് എന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോൾ സച്ചിക്ക് സംശയം ശ്രുതിയാണ്. അതെ, കുട്ടികൾ വേണമെന്നൊന്നുമില്ല, കുട്ടികളുടെ മനസ്സ് ഉള്ള പക്വത ഇല്ലാത്തവരും പോരെ, ആരാണ് അത് ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ശ്രുതിയോട് ചോദിക്കുക കേട്ടോ. ശ്രുതി പറഞ്ഞു എനിക്കറിയാവോ. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു എന്തായാലും കറണ്ട് വന്നല്ലോ, സമാധാനമായി, എല്ലാവരും പോയി കിടന്നുറങ്ങുക. അങ്ങനെ ശ്രീകാന്ത് വർഷയും എസ്കേപ്പായി. എന്റെ പൊന്നമ്മ ഒന്നും മുഖം വാശിയെ കാണുമ്പോൾ തന്നെ പേടിയാവുക എന്ന് ശ്രുതി. നിന്റെ കെട്ടിയോടാ പറഞ്ഞത് ഫേസ് പാക്ക് ഇട്ടാ മുഖം പളവളാ മിനുങ്ങുന്ന, നാളെ രാവിലെ ഞാനൊന്ന് കഴുകുമ്പോൾ നോക്കിയോ പളവളാ മിനുങ്ങും. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറഞ്ഞു രാവിലെ മുഖം കണ്ടാൽ ഇപ്പൊ പേടിച്ചതിനൊക്കെ കൂടുതൽ പേടിക്കും. ഇപ്പൊ രേവതി നിന്ന് ചിരിക്കാട്ടോ. ദേ മുഖം കഴുകാതെ മുറിയിലേക്ക് വന്നേക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോവാ. മുറിയിലേക്ക് ചെല്ല്, രേവതിയെ ഇവിടെ കിടക്കുന്നത്, രക്തരക്ഷസ് ഇവിടെ ഇരുന്ന രേവതിക്ക് പേടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി. പാക്ക് എന്നും പറഞ്ഞ് സച്ചി അങ്ങ് പോവാണ്. ശ്രുതിയും കൂടെ പോയി. രേവതി മാത്രമായി. നമ്മ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ്. അതായത് ചന്ദ്രമതി ദേഷ്യത്തോടു കൂടിയിട്ട് രേവതിയെ നോക്കുകയാണ്. രേവതിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് രേവതി അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നോക്കി വാതിലും അടച്ചു. ചന്ദ്രമതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും പിടിച്ചു വെച്ച ചിരി പൊട്ടിച്ചിരിച്ച് തീർക്കുകയാണ് നമ്മുടെ രേവതി. എന്തായാലും നമ്മുടെ ശ്രീകാന്ത് വർഷയും വീണ്ടും വഴക്ക് തുടങ്ങി. അകത്ത് ചെന്നതിന് ശേഷം നീ കാരണം ഇത് സംഭവിച്ചതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് വഴക്കാണ് കേട്ടോ. ഈ AC ഓണാക്കിയാൽ ഇങ്ങനെയൊക്കെ പറ്റി, ഓഫ് ആക്കി ഇങ്ങനെയൊക്കെ പറ്റുന്ന ശ്രീകാന്തിന് അറിയില്ലായിരുന്നു. അപ്പൊ ശ്രീകാന്ത് ചെയ്യരുതായിരുന്നു. എന്തായാലും രണ്ടുപേരുടെ ഒച്ചപ്പാടും ബഹളവും കേൾക്കുന്നത് പുറത്ത് നിന്നിട്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ ഇവര് കാരണമാണ് കറണ്ട് പോയതെന്നും രണ്ടുപേരും വഴക്കാണ് എന്ന് ചന്ദ്രമതിക്ക് മനസ്സിലായി. ചന്ദ്രമതിക്ക് ആകെ ഒരു ടെൻഷൻ. ഇവളങ്ങാനും ഇട്ടിട്ട് പോയാൽ എന്ത് സ്വത്തുള്ള പെണ്ണാണെന്ന് അറിയില്ലേ, അതിന്റെ ഒരു ടെൻഷൻ ചന്ദ്രമതിയുടെ മുഖത്തുണ്ട്. എന്തായാലും ശ്രീകാന്ത് വർഷയും വഴക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ട് തുറക്കാണ്. പിറ്റേ ദിവസം രാവിലെ പൂ എടുക്കാനായിട്ട് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ പോവാണ്. രേവതി ആണെങ്കിൽ ഇച്ചിരൂടെ പെട്ടെന്ന് പോകുന്ന ഇങ്ങനെ പറയുന്നുണ്ട്. കൃത്യസമയത്ത് മാല കെട്ടി കൊടുക്കണ്ടേ, ഈ റോഡിൽ ഇത്രയൊക്കെ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ, ഇതിന് മേലെ വേഗത്തിൽ പോണെങ്കിലേ നീ ഹെലികോപ്റ്റർ പോ. അതെ, ഇതിനേക്കാൾ പോകത്തില് ഈ റോഡിലൂടെ വേഗത്തിൽ ഓട്ടോ പോകാറുണ്ട്. നീ മാല കെട്ടാൻ ആൾക്കാരെയൊക്കെ വിളിച്ചോ? 5-6 പേരെ വിളിച്ചിട്ടുണ്ട്. പിന്നെ തിരികെ വരുമ്പോൾ ദേവുവിനെ കൂട്ടാനായിട്ട് മറക്കരുത്. അത് കൂട്ടാം. എന്തായാലും മാർക്കറ്റിൽ ചെന്ന് നമ്മുടെ സച്ചി ഒരിടത്ത് വണ്ടി ഇങ്ങനെ നിർത്താണ് കേട്ടോ. എന്നിട്ട് അവൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ സച്ചി വണ്ടി മാറ്റിയിട്ടിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴേക്ക് രേവതി പറഞ്ഞു അതെന്തിനാ, ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, പെറ്റിയടിക്കും എന്ന് സച്ചി പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു പിന്നെ ഇവിടെ എത്രയോ വണ്ടികൾ കിടക്കണം കണ്ടിട്ടുണ്ട്, ഇനി മാറ്റിയിട്ട് കഴിഞ്ഞാൽ പൂക്കോട്ടം മുഴുവൻ അങ്ങോട്ട് ചുമക്കണ്ടേ, അതുകൊണ്ട് ഇവിടെ തന്നെ ഇട്ടാൽ മതി, ഈ ഇച്ചിരി സമയം കൊണ്ട് പെറ്റിയെടുക്കാൻ ഇനിയിപ്പോൾ പോലീസ് വരുമല്ലേ എന്നൊക്കെ ചോദിച്ച് അവസാനം സച്ചി പറഞ്ഞു എന്നാ ശരി നീ പോയി പൂ മേടിക്കും, എന്നിട്ട് അത് എടുക്കാനായിട്ട് നോക്ക് എന്നും പറഞ്ഞിട്ട് സച്ചി അവിടെ നിൽക്കുകയാണ്. രേവതി പൂ മേടിക്കാനായിട്ട് പോവുകയും ചെയ്തു. എന്തായാലും സച്ചിക്കിട്ട് പണിയായിട്ട് ദാ വന്നു പോലീസുകാരൻ. ഇവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് എനിക്കറിയില്ലേടോ, ഫൈൻ അടച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് നമ്മുടെ പോലീസുകാരൻ ഒറ്റക്കാലെ നിൽക്കുകയാണ്. സച്ചിയാണെ കയ്യെ കാലെ പിടിക്കുന്നുണ്ട്. കെട്ടിയോളുടെ വാക്ക് കേൾക്കാൻ പോയിട്ടാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ.
എന്തായാലും സച്ചി കയ്യെ കാലെ പിടിച്ചു. അബദ്ധം പറ്റിപ്പോയതാണ്, ഇനിയില്ല സാറേ, ഫൈൻ അടിക്കരുതെന്നൊക്കെ പറഞ്ഞു. 500 രൂപ അടച്ചിട്ട് പോയാൽ മതി. 500 രൂപയോ? ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവരുടെ വാക്കുതർക്കങ്ങൾക്കിടയ്ക്കാണ് നമ്മുടെ രേവതി വന്ന് കയറി കൊടുക്കുന്നത്. ഈശ്വര, പെട്ടോ എന്ന് രേവതിക്ക് മനസ്സിലായി. രേവതി പറഞ്ഞിട്ടാണല്ലോ വണ്ടി അവിടെ നിർത്തിയിട്ടത്. രേവതിയും ചെന്നിട്ട് പറഞ്ഞു, സാറേ അറിയാണ്ട് പറ്റിപ്പോയതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയും പറയാണ്, അല്ല അപ്പൊ താങ്കളാണ് ഇവിടുത്തെ ഇതിനകത്ത് വന്ന യാത്രക്കാരി? അപ്പോഴേക്കും അവള് പറഞ്ഞു, അതെ ഞാനാണ് യാത്രക്കാരി, എന്തായാലും ഫൈൻ അടച്ചിട്ട് പോയാൽ മതി. അപ്പോൾ രേവതി കയ്യേക്കാലെ പിടിക്കുന്നുണ്ട്. അവസാനം ഇതൊന്നും സമ്മതിക്കുന്നില്ല എന്ന് കണ്ടിട്ട് രേവതി ചൂടാവാണ് കേട്ടോ. രേവതി ചോദിച്ചു, വലിയ വലിയ ആൾക്കാർ ഇവിടെ എത്രയോ വണ്ടി നിർത്തുന്നത് കണ്ടിട്ടുണ്ടോ? അതിനൊന്നും കുഴപ്പമില്ല. കഞ്ചാവ് കടത്താറുണ്ട്, മയക്കുമരുന്ന് കടത്താറുണ്ട്, മദ്യം കടത്താറുണ്ട്, മദ്യപിച്ച് വണ്ടി ഓടിക്കാറുണ്ട്, വഴക്ക് കൂടാറുണ്ട്, ആക്സിഡന്റ് ഉണ്ടാക്കാറുണ്ട്. ഇതിലൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോൾ ആ ഒരു ഓട്ടോക്കാർ ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ടാണോ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് രേവതി ഒച്ച വയ്ക്കുകയാണ്. അപ്പോഴേക്കും പോലീസുകാരൻ ചോദിച്ചു, അല്ല ഈ ഓട്ടോക്കാരൻ്റെ ഫൈൻ അടിച്ചിട്ട് നിങ്ങൾ എന്തിനാ ഇതിന് മാത്രം? നിങ്ങൾ വെറും ഒരു യാത്രക്കാരിയല്ലേ, നിങ്ങൾ എന്തിനാ ഒച്ച വയ്ക്കുന്നത്? അപ്പോൾ സച്ചി രേവതി ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും വീണ്ടും രേവതി ഇവന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത് നിന്ന് കേട്ടോണ്ട് നിന്ന് പൂക്കാരൻ പറഞ്ഞു, അതെ പൂ ഇങ്ങനെ ചുവന്നുകൊണ്ട് വെക്കണ ആൾ പറഞ്ഞു, ഈ കുട്ടിയുടെ ഭർത്താവാണ് ഇദ്ദേഹം. ഓ, ഭാര്യയും ഭർത്താവും കൂടെ എന്നെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. ഇനി മേലെ ഇത് ആവർത്തിച്ചേക്കരുത് കേട്ടല്ലോ. 500 രൂപ ഫൈൻ അടച്ചിട്ട് പോക്കോ. അങ്ങനെ അവസാനം രേവതി ആ പൈസ എടുത്ത് കൊടുക്കുകയാണ്. ചിലരുടെയൊക്കെ വാക്ക് കേട്ട് ഇവിടെ നിർത്തിയതാ, പറ്റിപ്പോയി എന്ന് സച്ചി ഇങ്ങനെ മനസ്സിലോർക്കുകയും ഇവളോട് പറയുകയും ചെയ്യാം, നിന്റെ വാക്ക് കേട്ടിട്ടാണ് എനിക്ക് പറ്റിപ്പോയതെന്ന്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞത് വണ്ടി ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ? നിങ്ങളെന്താ ഉറങ്ങുമായിരുന്നോ? പോലീസ് വരുമ്പോൾ വണ്ടി എടുത്തോണ്ട് പോകണ്ടായിരുന്നോ? ഞാനെന്താ കള്ളനോ പോലീസ് വരുമ്പോൾ വണ്ടി എടുത്തോണ്ട് രക്ഷപ്പെടാനായിട്ട്? നീ അല്ലേ പറഞ്ഞത് ഇവിടെ പാർക്ക് ചെയ്താൽ പ്രശ്നമില്ലാന്ന്? നീ പറഞ്ഞത് കേട്ട എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കരുതായിരുന്നു എന്ന് രേവതി. അതെ, കുറെ ബോക്സ് ഉണ്ട് കയറ്റാനായിട്ട്, വരുന്നുണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി എസ്കേപ്പ് ആയിട്ടാ. നാശം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പുറകെ പോവാണ്. നമ്മുടെ ശ്രീകാന്തും വർഷയും തമ്മിലുള്ള വഴക്ക് ഇതുവരെ തീർന്നിട്ടില്ല. രണ്ടുപേരും കണ്ണാടി നോക്കി തലമുടി ചീക്കാനായിട്ട് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനലിനകത്തൂടെ നമ്മുടെ ഒരു സിനിമയുണ്ടല്ലോ, CID മൂസ, അതിനകത്ത് പട്ടി അർജുനും അതുപോലെ ദിലീപും കൂടെ നോക്കുന്ന ഒരു സീനിലെ അമ്മാതിരി കണ്ണാടി നോക്കാനായിട്ട് രണ്ടും കൂടെ അടിയാണ് തലമുടി ചെയ്യാനായിട്ട്. അങ്ങോട്ട് തട്ടുന്നു ഇങ്ങോട്ട് തട്ടുന്നു, ഒച്ചപ്പാടും ബഹളമായി. എന്തായാലും ഇവരുടെ വഴക്കുകളൊക്കെ അറിയുന്ന ചന്ദ്രമതിക്ക് ആകെ ഒരു ടെൻഷൻ. എന്താടി രാവിലെ തന്നെ ഒരു ആലോചനയിലാണല്ലോ എന്നും പറഞ്ഞ് രവീന്ദ്രൻ വന്നപ്പോഴേക്കും, നിങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ? ഞാൻ ആലോചിക്കുന്നത് എന്താന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എനിക്ക് എന്താ വില എവിടെയുള്ളതാ? അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, എന്താ ഉണ്ടായത്? ഇന്നലെ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി. അയ്യോ, അന്ന് നമുക്ക് TV ഒരു ന്യൂസ് കൊടുക്കാം. നിങ്ങൾ എന്താ കളിയാക്കുവാണോ? അപ്പോഴേക്കും കാര്യം പറയുകയാണ് ചന്ദ്രമതി, പിള്ളേർ വഴക്ക് കൂടിയിട്ടാണ് കറണ്ട് പോയത്, അവർ തമ്മിലുള്ള പ്രശ്നം തീർക്കണ്ടേ, നമ്മളൊന്ന് ഇടപെടണ്ടേ, ഇല്ലാതെ എങ്ങനെയാ ശരിയാകുന്നത് എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി രവീന്ദ്രനോട്. അവസാനം രവീന്ദ്രൻ പറഞ്ഞു, എന്തായാലും ചോദിക്കാം, നാണക്കേടാണ്, എന്നാലും സാരമില്ല, അവരായി അവരുടെ പാടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരെ എന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, അത് പറ്റത്തില്ല, പിള്ളേർക്ക് പക്വതയില്ല, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ ആയി. അങ്ങനെ നമ്മുടെ വർഷ പോകാനായിട്ട് ഇറങ്ങി വരികയാണ്. വർഷയോട് ചോദിക്കാനായിട്ട് ചന്ദ്രമതി ചെല്ല, ഞാൻ ചോദിച്ചോളാന്നും പറഞ്ഞു. പക്ഷേ വർഷയ്ക്ക് മുന്നിൽ ചെന്നപ്പോൾ ചന്ദ്രമതി ബബ്ബ വയ്ക്കുന്നതല്ലാതെ വായിന്ന് ഒരു സാധനം വളരെ വ്യക്തമായിട്ട് ചാടുന്നില്ല. അവസാനം വർഷ ചോദിച്ചു, എന്താമേ പറയാനുള്ളത്, അങ്ങോട്ട് പറ, ഇത് കുറെ നേരം ആയല്ലോ എന്ന് ബബ്ബ എന്നും പറഞ്ഞു. ആദ്യ പിച്ചും പേയും പറയുകയാണല്ലോ, ആദ്യക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടോ എന്നൊക്കെ ചോദിക്കുക. നിനക്കും ശ്രീകാന്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. എന്തായാലും രവീന്ദ്രൻ ചിരിയോടുകൂടി ഇതൊക്കെ കേട്ടോണ്ടിരിക്കുക. ഇന്നലെ രാത്രി നിങ്ങളുടെ പുറയിൽ വഴക്കിടുന്ന പോലെ ഒച്ചയൊക്കെ വെളിയിലേക്ക് കേട്ടു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞ് മനസ്സിലാക്കാം. വർഷ ചോദിച്ചു, ഇതൊക്കെ എന്തിനാ ശ്രീകാന്തിനോട് നിങ്ങൾ ചോദിക്കാൻ പോകുന്നേ? അല്ല, വഴക്കുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തീർക്കണം, ഇല്ലെങ്കിലേ വലിയ പ്രശ്നമായിട്ട് മാറും. ആദ്യം ഞങ്ങൾക്കിടയിൽ പ്രശ്നമൊന്നുമില്ല, എന്നോട് പറയാൻ മടി കാണിക്കണ്ട. അപ്പൊ വർഷ പറഞ്ഞു, അങ്ങനൊന്നും ഇല്ല, പറയണമെന്ന് തോന്നിയാ പറയണമെന്നുള്ള ആളുടെ മുഖത്ത് നോക്കി ഞാൻ പറയും. അതല്ല വർഷേ, നിങ്ങളുടെ വഴക്ക് കാരണം കറണ്ട് വരെ പോയില്ലേ, അതുപോലുള്ള വഴക്കും പിണക്കൊന്നും നല്ലതല്ലെന്നേ. ആൻറ്റി കരുതുന്ന പോലെ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമില്ല. ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി. ആൻറ്റി അങ്കിളും തമ്മിൽ ഒന്നോ രണ്ടോ പറഞ്ഞൊന്നിരിക്കില്ലേ. എന്തായാലും ചമ്മി നിറഞ്ഞു നിൽക്കുന്ന ചന്ദ്രപതി നോക്കി രവീന്ദ്രൻ ഒരു ചിരി. അങ്കിളെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എൻ്റെ പൊന്നു മോളെ, കോടതിയിലും വക്കീലിനെ നിർത്തിപ്പൊരിക്കുന്നത് പോലെയല്ലേ ഓരോ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നത്? അപ്പം അങ്കിളുടെ ജഡ്ജ്മെൻറ്റ് കേട്ടില്ലേ? എനിക്കിപ്പോഴേ ലേറ്റായി, ഞാൻ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ശ്രീകാന്ത്, വർഷ, അതെ വർഷ, ഞാനും ഇറങ്ങാം, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം, ഞാൻ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പോകാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ ശ്രീകാന്തിനെ പിടിച്ചു നിർത്താം. എടാ മോനെ, എടാ നിങ്ങൾക്കിടയിൽ എന്താടാ പ്രശ്നം? ഞങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം? അങ്ങനൊന്നുമില്ല. ഞാൻ ചെവി പൊട്ടിയാണെന്ന് വിചാരിച്ചേക്കരുത്. ഇന്നലെ രാത്രി നിങ്ങളുടെ മുറിയിൽ നിന്ന് ഒച്ച കേട്ടല്ലോ, അത് അപ്പോഴേക്കും ശ്രീകാന്ത് ഒന്ന് വരുന്നുണ്ടോ എന്ന് വർഷ ചോദിച്ചു കേട്ടോ. രവിയേട്ട ഒന്ന് പറ, ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറയാതെ പോണ കണ്ടില്ലേ? നിനക്ക് സമാധാനാവട്ടെ, ഞാൻ ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ തിരിഞ്ഞു ചോദിക്കാനായിട്ട് വന്നപ്പോഴേക്കും കാണുന്ന കാഴ്ച വർഷ ശ്രീകാന്തിന് ഒരു ഉമ്മ കൊടുക്കുന്നതാണ്.